ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിക്ക് പിന്നാലെയും ഇ ഡി. കണ്ഠര് രാജീവിന് പണം നിക്ഷേപിച്ച തിരുവല്ലയിലെ സ്ഥാപനത്തിൽ പരിശോധന നടത്തുകയാണിപ്പോൾ. നെടുംപറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന സ്ഥാപനത്തിലാണ് പരിശോധന. ഉടമ എൻ.എം. രാജുവിന്റെ വീട്ടിലും ഇ ഡി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നു. ഒരേ സമയം പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, തന്ത്രി പണം നിക്ഷേപിച്ചത് ചെറിയ പണമല്ല, 2-2.5 കോടി രൂപയോളം ഈ നെടുമ്പന സ്ഥാപനത്തിൽ നിക്ഷേപിച്ചിരുന്നു. പക്ഷെ പിന്നീട് സ്ഥാപനം പൂട്ടിപ്പോയി. അവിടെ പരാതി നൽകാഞ്ഞതിലാണ് SITക്ക് ഒരു സംശയമുണ്ടായത്. ദുരൂഹതയുള്ളതും അവിടെയാണ്. ഇപ്പോൾ തന്ത്രിക്ക് പിന്നാലെയും ഇ ഡി എത്തുകയാണ് എൻ.എം. രാജുവിന്റെ വീട്ടിൽ. അതായത് ഈ നെടുംപറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന സാമ്പത്തിക സ്ഥാപനത്തിലും ഇപ്പോൾ ഇ ഡി റെയ്ഡ് നടക്കുകയാണ്. അരുൺ, പത്തനംതിട്ട തിരുവല്ലയിൽ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് ഫിനാൻസ് എന്ന ആ സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഇ ഡിയുടെ പരിശോധന നടക്കുന്നത്. നേരത്തെ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം ഈ സ്ഥാപനത്തെക്കുറിച്ച് ഉന്നയിച്ചിരുന്നു. ശബരിമല തന്ത്രി കണ്ഠര് രാജീവർക്ക് 2.5 കോടി രൂപ ഈ സ്ഥാപനത്തിൽ നിക്ഷേപമുണ്ടായതായി SIT കണ്ടെത്തിയിരുന്നു എന്നാണ് KP ഉദയഭാനു പറഞ്ഞത്. ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്നും പറഞ്ഞിരുന്നു. അതേസമയം തന്നെ പത്തനംതിട്ട MP ആന്റു ആന്റണി ഇതേ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 2.5 കോടി രൂപ നിക്ഷേപം അത് പിൻവലിച്ചതായി അങ്ങനെ ഒരു ആരോപണം കൂടി KP ഉദയഭാനു പറഞ്ഞിരുന്നു. നേരത്തെ തന്നെ ഈ സ്ഥാപനം സംബന്ധിച്ച് നിരവധി പരാതികൾ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അത് അന്വേഷണത്തിലേക്ക് പോവുകയും പിന്നീട് ഇതിന്റെ ഉടമയായിരുന്ന എൻ.എം. രാജുവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വിശദമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടന്നിരുന്നു. ഇപ്പോഴും ഈ സ്ഥാപനം ഭാഗികമായി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ചില ജീവനക്കാരൊക്കെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന ഒരു കാര്യം കൂടിയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇ ഡി ഇപ്പോൾ വിശദമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് പോകുന്നത്. നേരത്തെ തന്നെ ഈ ധനകാര്യ സ്ഥാപനം സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതിനിടയിലാണ് ശബരിമല തന്ത്രി കണ്ഠര് രാജീവർക്ക് ഇവിടെ 2.5 കോടി രൂപ നിക്ഷേപം ഉള്ളതായുള്ള വാർത്തകൾ പുറത്തു വന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇ ഡി പരിശോധന നടക്കുന്ന സമയത്ത് അക്കാര്യം കൂടി പരിശോധിക്കും. നേരത്തെ തന്നെ തന്ത്രി കണ്ഠര് രാജീവരെ SITയോട് അന്വേഷണ ഘട്ടത്തിൽ ഈ ഒരു സ്ഥാപനത്തിൽ 2.5 കോടി രൂപ നിക്ഷേപിച്ചതായി പറഞ്ഞിരുന്നു. പിന്നീട് ആ സ്ഥാപനം പ്രതിസന്ധിയിലാവുകയും അത് പൂട്ടിപ്പോവുകയും ചെയ്തപ്പോൾ അത് രേഖാമൂലം പരാതിയൊന്നും നൽകിയിരുന്നില്ല എന്നൊരു കാര്യം കൂടി തന്ത്രി കണ്ഠര് രാജീവരെ SIT അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. അപ്പോൾ ഇ ഡിയും ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് പോകും. 2.5 കോടി രൂപ അവിടെ നിക്ഷേപിച്ചിരുന്നു, അത് പിൻവലിക്കപ്പെട്ട ഒരു സാഹചര്യം എങ്ങനെയുണ്ടായി എന്നത് സംബന്ധിച്ചൊക്കെയുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോകും. KP ഉദയഭാനു പറഞ്ഞത് ആന്റു ആന്റണി MP വേണ്ടി മറ്റൊരു കോൺഗ്രസ് നേതാവ് അവിടെ നിന്നും ഈ 2.5 കോടി രൂപ പിൻവലിച്ചു എന്നുള്ളതായിരുന്നു. ഏതായാലും അങ്ങനെയുള്ള ആരോപണമൊക്കെ വന്ന സ്ഥിതിക്ക് ഇ ഡിയുടെ ഒരു വിശദമായിട്ടുള്ള പരിശോധന ഇക്കാര്യത്തിൽ നടക്കും. പ്രത്യേകിച്ചും തന്ത്രി കണ്ഠര് രാജീവര് 2.5 കോടി രൂപ നിക്ഷേപിച്ച ഒരു കാര്യം കൂടി ഇ ഡിയുടെ പരിശോധനയിൽ വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും ഇപ്പോഴും തിരുവല്ലയിൽ ഈ തുറന്നിരിക്കുന്ന സ്ഥാപനത്തിനും ഒപ്പം തന്നെ എൻ.എം. രാജുവിന്റെ വീട്ടിലും വിശദമായിട്ടുള്ള ഇ ഡിയുടെ പരിശോധന തുടരുകയാണ്. അരുൺ, താങ്ക് യു. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നെടുമ്പനപറമ്പിൽ ക്രെഡിറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഫിനാൻസ് കമ്പനിയുണ്ട്. ആ സ്ഥാപനത്തിലും ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ്. അവിടെയാണ് തന്ത്രി കൊണ്ട് 2.5 കോടി രൂപ ഇട്ടത്. അവിടെ നിന്നാണ് പിന്നീട് മറ്റൊരു നേതാവ് പൈസ പിൻവലിച്ചത് എന്നൊക്കെയാണ് ആരോപണം. അന്വേഷണം നടക്കട്ടെ, കാര്യങ്ങൾ പുറത്തു വരട്ടെ. എന്തായാലും തന്ത്രിക്ക് ഈ സ്വർണ്ണക്കൊള്ളയുമായുള്ള ബന്ധം എന്താണ് എന്നുള്ളത് നമ്മൾ ഞെട്ടിച്ചു കളഞ്ഞു. അപ്പോഴാണ് ഇങ്ങനൊരു വാർത്ത വന്നത്. 2.5 കോടി രൂപ കൊണ്ട് ഒരു സ്ഥാപനത്തിലിടുക, സ്ഥാപനം പൂട്ടിപ്പോയിട്ട് പരാതി ഇല്ലാതിരിക്കുക, അതിൽ സ്വാഭാവികമായും ദുരൂഹതയുണ്ടാകുമല്ലോ.